Good morning, children. Today, let's learn some topic related with motion. Before learning about motion, there is another term related with motion, that is rest. A body can be in rest or it can be in motion. നമ്മുടെ ചുറ്റുവട്ടത്തും കാണുന്ന എല്ലാ ഒബ്ജക്ട്സിനും two states are there. Either it will be in rest or it will be in motion. When do we say a body is in rest? That is, if the body is not changing its position with respect to time, we say that the body is in rest. നമ്മുടെ അടുത്തിരിക്കുന്ന മേശ, കസേര, സെറ്റി, ഫാന് ഇതൊന്നും പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. സമയം മാറുമ്പോൾ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് ദാറ്റ് ബോഡീസ് ആർ സെഡ് ടു ബി ഇൻ റെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ എന്തോ പറയും? മോഷൻ, അല്ലേ? When a body is changing its position with respect to time, we say that body is in motion. അനങ്ങുന്ന ഏതും, അതായത് സമയം അനുസരിച്ച് അനങ്ങുന്ന പൊസിഷന് ചേഞ്ച് വരുന്ന എല്ലാ ഓബ്ജക്ട്സിനെയും നമ്മൾ പറയുന്നതാണ് എന്തുവാ? മോഷനിലാണെന്ന്. അപ്പം ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ റെസ്റ്റ് എന്ന് പറയും, ചേഞ്ച് ചെയ്യുന്നെങ്കിൽ അതിനെ മോഷൻ എന്ന് പറയും. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഒരു ട്രെയിനിനകത്ത് ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്. ആ കുട്ടി വെളിയിലിരിക്കുന്ന ഒരു ലാംപ് പോസ്റ്റ്, സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരു ലാംപ് പോസ്റ്റിനെ നോക്കുമ്പോൾ ഒരു 4 കേസ് ഇവിടെ നടക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ, ദ പോസ്റ്റ് ഈസ് അറ്റ് റെസ്റ്റ് അക്കോർഡിംഗ് ടു എ പേഴ്സൺ അറ്റ് ദ സ്റ്റേഷൻ. പോസ്റ്റിന്റെ താഴെ അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പോസ്റ്റ് റെസ്റ്റിലാണ്. രണ്ടാമത്തെ കേസ്, ദ പോസ്റ്റ് ഇസ് ഇൻ മോഷൻ അക്കോർഡിംഗ് ടു ദ ഗേൾ ഇൻ ദ ട്രെയിൻ. ട്രെയിനിൽ ഇരിക്കുന്ന വ്യക്തി, പാസഞ്ചേഴ്സ് ആര് വെളിയിലോട്ട് നോക്കിയാലും പോസ്റ്റ് മൂവ് ചെയ്യുന്നതായിട്ട് അവർക്ക് തോന്നുന്നത്. ദാറ്റ് ഈസ് പോസ്റ്റ് വിൽ ബി ഇൻ മോഷൻ. തേർഡ് കേസ് പറയുന്നത്, ദ ഗേൾ ഇസ് ഇൻ മോഷൻ അക്കോർഡിംഗ് ടു ദ പേഴ്സൺ അറ്റ് ദ സ്റ്റേഷൻ. സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തി ട്രെയിനകത്തോട്ട് നോക്കുമ്പോൾ ട്രെയിനകത്തുള്ള എല്ലാ പാസഞ്ചേഴ്സും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, ട്രെയിനിന്റെ കൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. കേസ് 4, the girl is at rest according to other passengers in the train. ആ വ്യക്തിയുടെ പാസഞ്ചേഴ്സിന്റെ അടുത്ത് ഇരിക്കുന്ന ഗേളിന്റെ അടുത്തിരിക്കുന്ന പാസഞ്ചേഴ്സിനെ സംബന്ധിച്ച് the girl is in rest. അപ്പൊ ഒരേ വ്യക്തി ഒരേ കാര്യമാണ്. only thing is girl is in the train and the post is outside. ഇവിടെ തന്നെ 4 കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പൊ 4 കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ടത്, നമ്മുടെ പരിസരത്ത് കാണുന്ന ഒരു എന്തുവാ കാക്കയുടെയും പശുവിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കാക്ക പശുവിന്റെ മേളിൽ ഇരുന്ന് ചുറ്റിക്കറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വിത്ത് റെസ്പെക്ട് ടു ദിസ് കൗ, ക്രോ ഇസ് ഇൻ റെസ്റ്റ്, വെറാസ് ക്രോ വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട് ഇറ്റ് ഇസ് മൂവിങ്. അപ്പോഴാണ് അടുത്തൊരു ടേം വരുന്നത് ഒറിജിൻ. അതായത് നമ്മൾ ഈ റെസ്റ്റിലും മോഷനിലും ഇരിക്കുന്ന ബോഡിയെ റെസ്റ്റിലും മോഷനിലാണെന്ന് പറയണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി റെഫേർഡ് ടു അനദർ പോയിന്റ്. ഐ ടോൾഡ് യു, നിങ്ങളുടെ മുൻവശത്തിരിക്കുന്ന ടേബിൾ ഇസ് ഇൻ റെസ്റ്റ് എന്ന് പറഞ്ഞു. വിത്ത് റെസ്പെക്ട് ടു യു ഇറ്റ് ഇസ് ഇൻ റെസ്റ്റ്. ബട്ട് ഇഫ് യു ആർ ലുക്കിംഗ് ഫ്രം ഔട്ട്സൈഡ് ദ പ്ലാനറ്റ് എർത്ത് ഇറ്റ് ഇസ് ഇൻ മോഷൻ. അപ്പൊ ആ ഒരു ബോഡിയെ റെഫർ ചെയ്ത നമ്മൾ പറയുന്ന ഇറ്റ് ഇസ് ഇൻ റെസ്റ്റും ഇറ്റ് ഇസ് ഇൻ മോഷൻ. ആ ബോഡിയെ റെഫർ ചെയ്യുന്ന ബോഡിയെ അല്ലെങ്കിൽ റെഫർ ചെയ്യുന്ന പോയിന്റിന് പറയുന്ന പേരാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് ഓർ ഒറിജിൻ. നമ്മൾ ഒന്നുകൂടെ മുമ്പത്തെ എക്സാമ്പിൾ ഒന്നുകൂടെ നോക്കാം. ഗേൾ മൂവിങ് ഇൻ ദ ട്രെയിൻ. അപ്പൊ ഗേൾ ഇസ് ഇൻ ദ മൂവിങ് ട്രെയിൻ. വെളിയിലോട്ട് നോക്കിയപ്പോ അക്കോർഡിംഗ് ടു ദ പേഴ്സൺ അറ്റ് ദ സ്റ്റേഷൻ. അപ്പൊ അവിടെ ഫ്രെയിം ഓഫ് റെഫറൻസ് ആരാ? പേഴ്സൺ അറ്റ് ദ സ്റ്റേഷൻ. ഹി ഈസ് ഇൻ റെസ്റ്റ്. അപ്പൊ ആ വ്യക്തിയെ സംബന്ധിച്ച് പോസ്റ്റ് അനങ്ങുന്നില്ല. സോ പോസ്റ്റ് ഇസ് ഇൻ റെസ്റ്റ്. രണ്ടാമത്തെ കേസ് ഗേളിനാണ്, അക്കോർഡിംഗ് ടു ദ ഗേൾ. അപ്പൊ ഇവിടെ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒറിജിൻ എന്ന് പറയുന്നത് ഗേൾ ആണ്, ട്രെയിനിനകത്തിരിക്കുന്ന ഗേൾ. അപ്പൊ ട്രെയിനിനകത്തിരിക്കുന്ന ഗേൾ യഥാർത്ഥത്തിൽ എന്തുവാ? വെളിയിലോട്ട് നോക്കുമ്പോൾ പോസ്റ്റ് മൂവ് ചെയ്യുന്നതായിട്ടാ തോന്നുന്നത്. അപ്പൊ ഒരേ കാര്യം തന്നെ ആദ്യത്തെ കേസിൽ റെസ്റ്റിലാകുന്നു, അതേ കാര്യം രണ്ടാമത്തെ കേസിൽ മോഷനിലാകുന്നു. ബിക്കോസ് ദ ഫ്രെയിം ഓഫ് റെഫറൻസ് ഇസ് ഡിഫറെന്റ്. ആദ്യം ഫ്രെയിം ഓഫ് റെഫറൻസ് പേഴ്സൺ ഔട്ട്സൈഡ് ആയിരുന്നു. നൗ ദ ഫ്രെയിം ഓഫ് റെഫറൻസ് ഇസ് ദ ഗേൾ ഇൻസൈഡ് ദ ട്രെയിൻ. മൂന്നാമത്തെ കേസ് ഫ്രെയിം ഓഫ് റെഫറൻസ് ഏതാ? പേഴ്സൺ ഇൻ ദ സ്റ്റേഷൻ. ആ പേഴ്സൺ വെളിയിൽ നിൽക്കുന്ന പേഴ്സൺ
ആ ഗേളിനെ നോക്കുമ്പോൾ ഗേൾ ഇസ് ഇൻ മോഷൻ. ഇപ്പൊ ഫ്രെയിം ഓഫ് റെഫറൻസ് റെസ്റ്റിലാണ് ഇരിക്കുന്ന ബോഡി. അകത്തോട്ട് ഓടുന്ന ട്രെയിനിനെ നോക്കിയപ്പോൾ ആ ട്രെയിനകത്തിരിക്കുന്ന ഗേൾ മോഷനിലാണെന്ന് തോന്നുന്നു. അടുത്തത് ദ ഗേൾ ഈസ് അറ്റ് റെസ്റ്റ് അക്കോർഡിംഗ് ടു അതർ പാസഞ്ചേഴ്സ്. അപ്പൊ അവിടെ ഫ്രെയിം ഓഫ് റെഫറൻസ് ഏതാ വന്നേക്കുന്നത്? അടുത്തിരിക്കുന്ന പാസഞ്ചേഴ്സ്. അപ്പൊ ആ പാസഞ്ചേഴ്സെ അപേക്ഷിച്ച് ദ ഗേൾ ഈസ് ഇൻ റെസ്റ്റ്. അപ്പൊ എന്താ ഫ്രെയിം ഓഫ് റെഫറൻസ് അല്ലെങ്കിൽ ഒറിജിൻ? നമ്മൾ ഈ റെസ്റ്റിലാണ് മോഷനിലാണെന്ന് പറയണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി റെഫേർഡ് വിത്ത് അനദർ ബോഡി. ദാറ്റ് ഈസ് കൗ ഈസ് റെഫേർഡ് വിത്ത് ദ ക്രോ. അല്ലേ? The cow says that the crow is in rest. But when the same crow is compared with the ground, the crow is in motion. അപ്പോൾ ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? ബോഡി റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന് പറയാൻ പറ്റൂ. അപ്പൊ ബോഡി റെസ്റ്റിലാകുന്ന എപ്പോഴാ? ഇഫ് ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. ബോഡി എപ്പോഴാ മോഷനിലാവുന്നേ? when it changes its position with respect to time. മോഷനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ കുറെ പാരാമീറ്റേഴ്സിനെ പറ്റി പഠിക്കാറുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സം ലെങ്ത് വിൽ ബി, വി ഹാവ് ടു ട്രാവൽ സ്മോൾ ഡിസ്റ്റൻസ്. ആ സ്മോൾ ലെങ്ത് നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഡിസ്റ്റൻസ്. അതിന്റെ SI യൂണിറ്റ്, സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ബിഗർ യൂണിറ്റ്സ് കിലോമീറ്റർ ഒക്കെ നമ്മൾ കിലോമീറ്റർ, ലൈറ്റ് ഇയർ ഒക്കെ കേട്ടിട്ടുണ്ട്. സ്മോളർ യൂണിറ്റ്സ് നമുക്കറിയാം, മില്ലിമീറ്റർ, ഡെസിമീറ്റർ ഒക്കെ കേട്ടിട്ടുണ്ട്. എനിവേ ഈ SI യൂണിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മീറ്റർ ആണ്. നെക്സ്റ്റ് ഇസ് ഡിസ്റ്റൻസ്. എവിടെ വന്നാലും അതിനുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ടേം ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അത് ഏത് വഴി കറങ്ങിപ്പോയെന്നുള്ളതല്ല. നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കറങ്ങിപ്പോയി അളക്കുന്നതാണ് ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അങ്ങനല്ല, ഇനിഷ്യലും ഫൈനലും മാത്രം അറിഞ്ഞാൽ മതി. അവർ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ്. അതിന്റെയും SI യൂണിറ്റ് മീറ്റർ. അടുത്ത ഒരു പാരാമീറ്റർ ആണ് സ്പീഡ്. അതായത് ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ, നമ്മൾ ഒരിടത്തു നിന്ന് ഒരിടത്തോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ട്രാവൽ ചെയ്യാൻ കുറച്ച് ടൈം വേണം. അപ്പൊ ഈ ആ ടൈമിനകത്ത് നമ്മൾ എത്ര പൊസിഷൻ ചേഞ്ച് ചെയ്തു, അതാണ് നമ്മുടെ സ്പീഡ്. ദാറ്റ് ഇസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ഇസ് നോൺ ആസ് വാട്ട്? സ്പീഡ്. ഇപ്പൊ എത്ര നമ്മള് 5 കിലോമീറ്റർ 2 സെക്കൻഡിൽ ട്രാവൽ ചെയ്തെന്ന് 2 സെക്കൻഡിൽ ട്രാവൽ ചെയ്യാം. അതേ 5 കിലോമീറ്റർ 5 അവർ എടുത്ത് ട്രാവൽ ചെയ്യാം. അപ്പം 5 അവർ എടുത്ത് ട്രാവൽ ചെയ്യുവാണെങ്കിൽ സ്പീഡ് ഇസ് ലെസ്. 2 സെക്കൻഡിൽ ട്രാവൽ ചെയ്യുവാണെങ്കിൽ സ്പീഡ് ഇസ് മോർ. അപ്പൊ സ്പീഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈം ആൻഡ് ദ ഡിസ്റ്റൻസ്. സോ ഇറ്റ്സ് SI യൂണിറ്റ് ഇസ് മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡിനെ നമുക്ക് അല്ലാതെ മീറ്റർ സെക്കൻഡ് റേസ് ടു -1 എന്ന് എഴുതാം. നെക്സ്റ്റ് ഇസ് മുമ്പേ പറഞ്ഞതുപോലെ സ്പീഡുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ടേം ആണ് വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറയുന്നത് മുമ്പേ പറഞ്ഞത് അനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റിന്റെ ചേഞ്ച് വിത്ത് ടൈം ആണ്. എവിടെയെങ്കിലും വിത്ത് ടൈം, ബൈ ടൈം കണ്ടാൽ ഉടനെ എഴുതാവുന്നതാണ് റേറ്റ്. അപ്പൊ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ എന്താ പറയുന്നത്? വെലോസിറ്റി. ഇറ്റ്സ് SI യൂണിറ്റ് ഇസ് ഓൾസോ മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഓർക്കുക, സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആൻഡ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. നെക്സ്റ്റ് പാരാമീറ്റർ വിച്ച് വി വാണ്ട് ടു ലേൺ ഇസ് അബൌട്ട് ആക്സലറേഷൻ. ആക്സലറേഷൻ എന്ന് പറയുന്നത് ഒരു ബോഡി, നമ്മൾ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി മൂവ് ചെയ്യുമ്പോൾ ആദ്യം അതിനൊരു വെലോസിറ്റി കാണും. വെലോസിറ്റിയും സ്പീഡും ഏകദേശം സെയിം ആണ്. വെലോസിറ്റിക്ക് ഡയറക്ഷൻ ഉണ്ട്, സ്പീഡിന് ഡയറക്ഷൻ ഇല്ല. അപ്പൊ നമ്മളൊരു ബോഡി ട്രാവൽ ചെയ്യുവാണെങ്കിൽ അതിന് ഓട്ടോമാറ്റിക്കലി ഡയറക്ഷൻ ഉണ്ടല്ലോ. അപ്പൊ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റി എന്നും അവസാനിക്കുന്ന വെലോസിറ്റി നമ്മൾ എന്താ പറയും? ഫൈനൽ വെലോസിറ്റി എന്ന് പറയും, അല്ലേ? അപ്പൊ ആ ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ഓൾവേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫൈനൽ വെലോസിറ്റി കൂടുതലും ഇനിഷ്യൽ വെലോസിറ്റി കുറവായിരിക്കും. അതുകൊണ്ടാണ് ആ ആക്സിലറേഷനെ നമ്മൾ ഈ ഒരു രീതിയിൽ എടുക്കുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഓൾവേസ് ടേക്കൻ ആസ് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി. റേറ്റ് എന്ന് കാണുമ്പോഴേ നമ്മൾ എന്തോ ചെയ്യണമെന്നാ പറഞ്ഞേ? ഡിവൈഡഡ് ബൈ ടൈം. സോ ആക്സിലറേഷൻസ് ഫോർമുല വിൽ ബി
change of velocity by time, or in other words, final velocity minus initial velocity by time. അതിന്റെ SI യൂണിറ്റ് സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ നമ്മൾ ഒരു വണ്ടി ഓടുമ്പോൾ കുറെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാം. അപ്പൊ ഈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പം ആ എല്ലാ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ഒരേ ടൈമിലാവത്തില്ലല്ലോ. കുറച്ച് ദൂരം കുറച്ച് സ്പീഡ് കൂടുതലായിരിക്കാം, ചിലപ്പം സ്പീഡ് കുറഞ്ഞിരിക്കാം. അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്ത് നമ്മുടെ പാത്ത് കംപ്ലീറ്റ് ട്രാവൽ ചെയ്തതിന്റെ സ്പീഡ് കണ്ടുപിടിക്കുന്നതാണ് ആവറേജ് സ്പീഡ്. അപ്പൊ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യു ഷുഡ് നോ ദ ടോട്ടൽ ഡിസ്റ്റൻസ് യു ഹാവ് ട്രാവൽഡ്. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ഇസ് നോൺ ആസ് വാട്ട്? ആവറേജ് സ്പീഡ്. മൊത്ത ഡിസ്റ്റൻസ് നമ്മൾ ട്രാവൽ ചെയ്തതിനെ മൊത്ത ടൈമും കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഏത്? ആവറേജ് സ്പീഡ്. പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ടേം ആണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വണ്ടിയിലൊക്കെ ബൈക്കിലും കാറിലും ഒക്കെ നമ്മൾ കാണുന്ന ഒരു മീറ്റർ ഉണ്ട്, അതിന്റെ പേരാണ് സ്പീഡോമീറ്റർ. അപ്പോ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്പീഡ് കുറവായിരിക്കും. വണ്ടി ട്രാഫിക് ജാം ഒന്നും ഇല്ലെങ്കിൽ വണ്ടിക്ക് സ്പീഡ് കൂടും, സ്പീഡ് കൂട്ടി നമ്മൾ പോകും. ബ്ലോക്ക് ഒക്കെ വരുമ്പം ട്രാഫിക് ജാം ഒക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്പീഡ് കുറയും. അപ്പൊ ഓരോ സമയത്തും ഓരോ സ്പീഡായിരിക്കും വണ്ടിക്ക്. അങ്ങനെ ഓരോ സമയത്തും ഉള്ള സ്പീഡിനെയാണ് നമ്മൾ എന്തോ പറയുന്നത്? ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. സ്പീഡ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഇസ് നോൺ ആസ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. അത് അളക്കാനുള്ള മീറ്റർ നമ്മുടെ വണ്ടിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് സ്പീഡോമീറ്റർ. To make it clear, distance and displacement മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. A person is traveling from his house to a particular place, that is here it is given as Agra, and returns to his home. അപ്പൊ അവിടെ ഡിസ്റ്റൻസ് എത്ര, ഡിസ്പ്ലേസ്മെന്റ് എത്ര? അപ്പൊ പേഴ്സൺ അവന്റെ വീട്ടിൽ നിന്ന് ആഗ്ര വരെ പോയി തിരിച്ച് വീട്ടിൽ വന്നു. അപ്പൊ ഇവിടുന്ന് ആഗ്ര വരെ പോകണമെങ്കിൽ അവന്റെ ഡിസ്റ്റൻസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്ര? 200 കിലോമീറ്റർ. അങ്ങോട്ട് പോകാൻ 200 കിലോമീറ്റർ വേണം. തിരിച്ചു വരണമെങ്കിലും എന്ത് വേണം? 200 കിലോമീറ്റർ വേണം. അപ്പൊ മൊത്തം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് എത്ര? 200 + 200 ദാറ്റ് ഈസ് 400 കിലോമീറ്റർ. വെറാസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഐ ടോൾഡ് യു എന്ത് വരുന്ന ഡിസ്പ്ലേസ്മെന്റ്? ഇനിഷ്യലും ഫൈനൽ പൊസിഷനും ഇനിഷ്യൽ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസാ. തുടങ്ങിയത് സ്റ്റാർട്ട് ചെയ്തത് വീട്ടിൽ നിന്നാണ്, ആഗ്രയിൽ പോയി, ശരി തന്നെ, തിരിച്ച് വീട്ടിൽ തിരിച്ചു വന്നു. അപ്പം ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും എവിടെ തന്നെയാ? വീട് തന്നെയാ. അപ്പൊ വീട്ടിൽ സെയിം പൊസിഷൻ ആയതുകൊണ്ട് അവന് എന്തില്ല? ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാവുന്നില്ല. ഡിഫറൻസ് that is 0. So let's differentiate between distance and displacement. Distance is the total length that the body has traveled, whereas displacement is the shortest distance between the initial and final positions. For body move ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുണ്ട്? ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിരിക്കും. So it cannot be 0. If it is not moving, it can be 0. പിന്നെ ഒരിക്കലും ബോഡിക്ക് ഈ നെഗറ്റീവ് ഡിസ്റ്റൻസ് ഉണ്ടാവാറില്ല, എപ്പോഴും പോസിറ്റീവ് ഡിസ്റ്റൻസ്, പോസിറ്റീവ് വാല്യൂ ആണ് ഉണ്ടാവുന്നത്. വേറാസ് ഡിസ്പ്ലേസ്മെന്റിന് 3 കേസും ആകാം. 0 ആകാം, പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, കുറയാം, കൂടാം, 0 ആകാം. അതാണ് ഡിസ്പ്ലേസ്മെന്റ്. ദെൻ പിന്നെ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും പറയുന്ന വേറൊരു ഡിഫറൻസ് ആണ് സ്കേലാർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റിയും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റിയുമാണ്. വാട്ട് ഡു യു മീൻ ബൈ സ്കേലാർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്? Any physical quantity, any quantity which we can measure is known as a physical quantity, and the physical quantity are mainly classified into 2. വാല്യൂ മാത്രമേ ഉള്ളെങ്കിൽ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളെങ്കിൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ പറയുന്നതാണ് സ്കേലാർ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും കൂടെ ഉണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് ഏത്? വെക്റ്റർ ക്വാണ്ടിറ്റി. സോ ഡിസ്റ്റൻസിന് ഡയറക്ഷൻ പ്രത്യേകിച്ച് പറയാറില്ല. സോ ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഇൻ ദ കേസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, ഡയറക്ഷൻ ഇസ് സ്പെസിഫൈഡ്. സോ ഇറ്റ് ഈസ് എ vector quantity. So what is the difference between distance and displacement? Distance is the total distance traveled by the body, and displacement is the shortest distance between the initial and the final position. Then distance will always be positive
and whereas displacement, it can be 0, positive or negative. Then again, distance is a scalar quantity, whereas displacement is a vector quantity. Same as before, what is the difference between speed and velocity? First of all, speed definition endua? Speed is the rate of change of distance. What is velocity? It is the rate of change of displacement. As I told you before, speed direction നമ്മൾ പറയാറില്ല. So speed is a scalar quantity. Velocity ക്ക് direction പറഞ്ഞിരിക്കണം. Direction ഉണ്ട്. So it is a vector quantity. Then speed 0 ആകാം. സ്പീഡ് റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു ബോഡി ആണെങ്കിൽ സ്പീഡ് 0 ആകാം, അല്ലെങ്കിൽ സ്പീഡ് ഉണ്ടായിരിക്കും, പോസിറ്റീവ് വാല്യൂ ഉണ്ടായിരിക്കും. whereas velocity 0 ആകാം, പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. Next we want to know about mainly two types of motions are there. That is uniform motion ഉം non-uniform motion. Uniform motion എപ്പോഴാ പറയുന്നത്? നമ്മൾ ഒരു ബോഡി ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം ആണെങ്കിൽ ആ ബോഡി is said to be in uniform motion. അതായത് ഒരേ ഡിസ്റ്റൻസ് ഒരേ ടൈമിൽ തന്നെ മുമ്പോട്ട് ട്രാവൽ ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് യൂണിഫോം മോഷൻ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഡിഫറെന്റ് ആയാൽ, ദാറ്റ് ഇസ് ഇറ്റ് ക്യാൻ ബി ദ ബോഡി ക്യാൻ കവർ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ അൺഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം, ഓർ unequal distance in equal intervals of time, or unequal distance in unequal intervals of time. ഈ മൂന്ന് കേസിലും വരുന്ന മോഷൻ ആണ് ഇത് നോൺ യൂണിഫോം മോഷൻ. That is the vehicle or the body will be moving in varying speed. മറ്റേത് എന്ത് വരുന്നു? യൂണിഫോം സ്പീഡ് ആണ്. അപ്പോൾ മെയിൻലി മോഷൻ is of two types, uniform motion and non-uniform motion. When do we say a body is in uniform motion? A body will be in uniform motion if it covers what? Equal distance in equal intervals of time. And if it is covering unequal distance in unequal intervals of time, or equal distance in unequal intervals of time, or unequal distance in equal intervals of time. In all the three cases, the body is said to be in non-uniform motion. So, anyway, we have learned about the general facts and parameters related with motion. Some terms you should know. That is acceleration. What I told you, what do you mean by acceleration? It is the rate of change of velocity. But negative acceleration is there. നമ്മൾ ഒരു ട്രെയിനിലൊക്കെ പോയാൽ ട്രെയിൻ നിർത്തുമ്പോൾ എന്താ ചെയ്യുന്നത്? വണ്ടി മുമ്പോട്ട് പോയിട്ട് അല്പം പുറമോട്ട് വരാറുണ്ട്, ഇല്ലേ? ആ പുറമോട്ട് വരുന്ന അതിനെയാണ് നമ്മൾ പറയുന്നത് റിട്ടാർഡേഷൻ. നെഗറ്റീവ് ആക്സിലറേഷൻ ഇസ് നോൺ ആസ് റിട്ടാർഡേഷൻ. അത് നമ്മൾ സാധാരണ ആക്സിലറേഷനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എ, റിട്ടാർഡേഷനെ ഡിനോട്ട് ചെയ്യുന്നത് നെഗറ്റീവ് എ, മൈനസ് എ എന്ന് എഴുതാറുണ്ട്. പ്രോബ്ലം ഒക്കെ ചെയ്യാൻ കാണും. ദെൻ നെക്സ്റ്റ് ഇസ് എപ്പോഴും ഡിസ്റ്റൻസ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റിനൊപ്പം ആകാം, ഡിസ്പ്ലേസ്മെന്റിനെ കാട്ടി കൂടുതലാകാം, പക്ഷെ ഒരിക്കലും ഡിസ്പ്ലേസ്മെന്റിനെ കാട്ടി ഡിസ്റ്റൻസ് കുറയത്തില്ല. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ഇസ് സ്പീഡ്. സ്പീഡ് വെലോസിറ്റിയും ഏകദേശം സെയിം ആണ്. സ്പീഡിന് എന്തില്ല? ഡയറക്ഷൻ ഇല്ല. ഇറ്റ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. വെലോസിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, എന്തുണ്ട്? ഡയറക്ഷനും ഉണ്ട്. ഇത് ഇത്രയും മനസ്സിൽ ഒന്ന് ഓർത്തിരിക്കണം. നമ്മൾ പഠിച്ചതെല്ലാം ഒന്ന് സമറൈസ് ചെയ്യാം. നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? ബോഡിയുടെ രണ്ട് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് മോഷൻ. ബോഡി റെസ്റ്റിലാണെങ്കിലും മോഷനിലാണെങ്കിലും സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും സ്റ്റേറ്റ് ഓഫ് മോഷനും പറയണമെങ്കിൽ യു ഹാവ് ടു റെഫർ ദാറ്റ് ബോഡി വിത്ത് അനദർ ബോഡി, അല്ലെ? ആ ബോഡിയെ നമ്മൾ പറയുന്ന പേരാണ് ഒറിജിൻ അല്ലെങ്കിൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. പിന്നെ മോഷനില് ഇഫ് എ ബോഡി ഈസ് മൂവിങ്, ആ ബോഡിക്ക് ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കും. ഡയറക്ഷൻ ഉണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കാം. പിന്നെ സ്പീഡ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഉണ്ട്, ദെൻ ആവറേജ് സ്പീഡ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ചതാ, അല്ലേ? ദെൻ ആക്സലറേഷൻ. ഒരു ബോഡി ട്രാവൽ ചെയ്യണമെങ്കിൽ റേറ്റ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഇസ് നോൺ ആസ് acceleration. Negative acceleration is known as
റിട്ടാർഡേഷൻ, ഇതൊക്കെ ഓർത്തിരിക്കുക. ദെൻ മെയിൻലി രണ്ട് ടൈപ്സ് ഓഫ് മോഷൻസ് ഉണ്ട്. ഏതൊക്കെയാ? യൂണിഫോം മോഷൻ ആൻഡ് നോൺ യൂണിഫോം മോഷൻ. അപ്പൊ നമ്മൾ ഏകദേശം ഈ ചാപ്റ്ററിൽ ജനറൽ ആയിട്ടുള്ള കുറെ ടേംസ് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും പഠിക്കുക. റെസ്റ്റ് ഇൻ ദ നെക്സ്റ്റ്. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.